കുറേ ദിവസമായില്ലേ ഇവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സാരീസ് ഇരിക്കുന്നു. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും നമ്മുടെ ഒരു കഴിഞ്ഞൊരു 2-3 വീക്സ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിനകത്ത് എല്ലാം ഈ സാരികളാണല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ഷോപ്പ് അല്ല കേട്ടോ, നമ്മുടെ ഓൺലൈൻ സെക്ഷൻ്റെ വാളിൻ്റെ വൺ സൈഡാണ് ഇങ്ങനെ ഒരു കബോർഡിൻ്റെ ഇതിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന കളക്ഷൻസ് ഒക്കെ ഇടയ്ക്ക് ചുമ്മാ ഒരു ഷോയ്ക്ക് നമ്മളിവിടെ കുറച്ച് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതെന്താ സാരിയാണോ മെറ്റീരിയലാണോ, ഇതിൻ്റെ ഫോട്ടോ അയക്കുമോ, ഇത് എത്രയാ റേറ്റ്, അങ്ങനെയൊക്കെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമ്മൾ വീഡിയോസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പുണ്ട്, അതേപോലെ തന്നെ ഓൺലൈൻ ഉണ്ട്. നമ്മളിപ്പം അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് നമ്മുടെ ഇതിലേക്ക് നമ്മൾ മാറുവാണ്. മറ്റേന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കോൺട്രാക്ട് ബേസിലൊക്കെയാണ് നമ്മൾ മറ്റ് യൂണിറ്റുകളിലൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഓൺലൈൻ്റെ സെക്ഷൻ തിരുവമ്പാടിയിൽ നിന്ന് നമ്മൾ ആനിക്കാമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കോഴിക്കോടുകാർക്കൊക്കെ അറിയായിരിക്കും, മലയോര പ്രദേശമാണ്, അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, ഞങ്ങളുടെ വീടും അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുകയാണ്. സ്റ്റിച്ചിങ് യൂണിറ്റും അതേപോലെ നമ്മുടെ ഓൺലൈൻ സെക്ഷനും കൂടെ അങ്ങോട്ട് മൂവ് ആവുക. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആയിട്ട് ഞാൻ നല്ല തിരക്കില്ല. പിന്നെ പിള്ളേർക്കാണെങ്കിലും സ്കൂൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറച്ച് ഫാമിലി ട്രിപ്പും പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മെറ്റീരിയലിൻ്റെ ഒക്കെ പർച്ചേസിങ്ങും എല്ലാമായിട്ട് ഫുൾ തിരക്കിലായിരുന്നു. അപ്പം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ ദിവസം നമ്മൾ 15-20 ഒക്കെ വീഡിയോസ് എടുക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോസ് ആയിരിക്കും നമ്മൾ ഡെയിലി ഒരു 4-5 വീഡിയോസ് വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നാ ഇത്രയും ദിവസമായിട്ട് ഇത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ആ സാരീസ് നിങ്ങൾ വെയിറ്റ് തരുന്ന സാരീസ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കുന്നത്? 870 റേറ്റിലേക്ക് വരുന്ന സെമി ഡോള സിൽക്കിൻ്റെ സാരീസാണ് ഇത് അതേപോലെ തന്നെ ഇത്രയും വരുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഞാൻ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സെമി ഡോള സിൽക്കിൻ്റെ ഒരുപാട് പ്രിന്റുകളിലേക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 6 കൈൻഡ് ഓഫ് പ്രിന്റിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ബോഡിയിലേക്ക് ഫുൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് നമ്മുടെ ഫാൻസി മിറേഴ്സിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വരും. ഇവിടെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നമ്മുടെ ഒരു ഗ്രേപ്പ് കളർ എന്ന് പറയാം കേട്ടോ. ഒരു പർപ്പിളും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ബോർഡർ താഴേക്കും മുകളിലേക്കായിട്ട് ചെറിയൊരു ബോർഡർ വരുന്ന രീതിയിലേക്കും. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്, നമ്മുടെ ടൊമാറ്റോ റെഡ് എന്ന് പറയാം. ടൊമാറ്റോ റെഡിനെക്കാട്ടിലും നല്ല ബ്രൈറ്റ് റെഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഷെയ്ഡുകൾ തന്നെയെല്ലാം വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മളൊരു മെറൂൺ ഷെയ്ഡാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല രസമുള്ള ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ്. ഇതൊക്കെ ഒരു വേണമെങ്കിൽ ഒരു ക്രീം കളറിലെ ഓഫ് വൈറ്റ് കളറിലെയൊക്കെ ബ്ലൗസിൻ്റെ കൂടെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ബ്ലൗസിലേക്ക് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. നെക്സ്റ്റ് വണ്ണിൻ്റെ പ്രിൻറ്റിനകത്ത് വീണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് കളർ, നമ്മുടെ ബാത്തിക് പ്രിന്റ് വരുന്ന ടൈപ്പ്. ഇതിനകത്തേക്ക് പല്ലു പോർഷൻ വന്നേക്കുന്നത് ഈ ഒരു രീതിയിലേക്കാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല രസമുണ്ട് മിറർ വർക്ക് വന്നേക്കുന്നത് ഇതിനകത്തേക്ക്. ജസ്റ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന പാറ്റേൺ ആണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുണ്ട്. പണ്ട് തൊട്ടിട്ട് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതിൻ്റെ പ്യുവർ ഡോള സിൽക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നല്ലൊരു റേറ്റ് വരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെമി ആണെങ്കിൽ തന്നെ ഏതാണ്ട് ആ ഒരു ലുക്ക് തന്നെ വരും നമുക്ക്. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഈ രീതിയിലേക്കാണ് പല്ലു പോർഷൻ. അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് അവൈലബിൾ ആയി. ഇപ്പം നമ്മുടെ ഒരു ഗ്രേപ്പ് പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡാർക്ക് ഒരു ടീൽ ബ്ലൂ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ തന്നെ ഡാർക്ക് നമ്മുടെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ എക്സ്ട്രാ മറ്റ് ഷെയ്ഡുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഫാബ്രിക് സെയിം ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ. സെമി ഡോള സിൽക്കാണ് വരുന്നത്. ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെയും ബോർഡേഴ്സ് മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഉടുക്കുന്ന ഇവിടേക്കായിട്ട് ചെറിയ രീതിയിലേക്കും ഇവിടേക്ക് നല്ല തിക്കായിട്ടുള്ള ബോർഡർ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇത് വന്നേക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്ക്. അതിൻ്റെ എല്ലാത്തിനും തന്നെ ബേസ് കളർ വന്നേക്കുന്ന സെയിം കോമ്പിനേഷൻസിലേക്ക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡുണ്ട്. നമ്മുടെ ഒരു ലൈറ്റ് ഒരു ഗ്രേപ്പിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു പീക്കോ ബ്ലൂവും പീക്കോ ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്, ഒരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡ്. ഇത്രയാണ് ഇതിൻ്റെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്കിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ താർലാഫറിൻ്റെ ബോട്ടംസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പോളിഷിങ്, ഒരു താറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫാബ്രിക്കാണ് ഇത് വന്നേക്കുന്നത്. ഒരു സിൽക്കി ഫിനിഷിങ് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്തേരി ഫാബ്രിക് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെയും സൈഡ് ബോർഡേഴ്സിലേക്കായിട്ട് ഒരു കസവിൻ്റെ ഒരു ചെറിയൊരു വീവിങ് പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട്. ബത്തിക് പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് ഡിഫറെൻ്റ് ആണ് മറ്റേതിൽ നിന്നൊക്കെ. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് വന്നിട്ട് അതിന് ബോർഡറിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോർഡർ ആയിട്ടും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് 870 തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡസ്റ്റി ഒരു പേസ്റ്റൽ ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നമ്മുടെ ഒരു ഗ്രേ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ഷെയ്ഡ്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആണ്.
യെല്ലോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നമ്മുടെ മാംഗോ യെല്ലോ ഷെയ്ഡുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ. എല്ലാത്തിനും തന്നെ കോമ്പിനേഷനായിട്ട് പ്രിന്റ് വന്നേക്കുന്നത് നമ്മുടെ വൈറ്റ് കളറിലേക്ക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ പീകോക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. നല്ല രസമുള്ള ഷെയ്ഡുകൾ തന്നെ എല്ലാം തന്നെ വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡുണ്ട്. ഇതിൻ്റെയും പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ബർഗണ്ടി ഷെയ്ഡ്, മെറൂണും അല്ല ഗ്രേപ്പും അല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഡാർക്ക് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു ഗ്രേഷ് ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ സാരി കളക്ഷനിലേക്ക്. ഇതെല്ലാം തന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. നമ്മുടെ ആക്ച്വലി ഷോപ്പ് കളക്ഷനിലേക്ക് വന്നതായിരുന്നു 870 റേറ്റിലേക്ക്. ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കുറച്ചെണ്ണം ഞാൻ ഇവിടേക്ക് എടുത്തതേ ഉള്ളൂ. നമ്മുടെ തിരുവമ്പാടിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷോപ്പിലേക്ക് വരിക. ഒരുപാട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇടയ്ക്ക് ഞാൻ ഷോപ്പിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ.